നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ കാശുവാരി കണ്ണീർ പടം എന്നാണ് ആകാശദൂത് എന്ന സിനിമയെക്കുറിച്ച് പെട്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ആകാശദൂത് പ്രദർശനത്തിനെത്തിയിട്ട് 30 വർഷം. 1993 ഫെബ്രുവരി 12 ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതി സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം റിലീസായിരിക്കുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് നിങ്ങളിൽ പലർക്കും അറിയാത്ത വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഈ സിനിമ ഇറങ്ങിയതിനും 10 വർഷം മുമ്പ് ഇറങ്ങിയ ഹോളിവുഡ് ചിത്രം ഹൂ വിൽ ലവ് മൈ ചിൽഡ്രൻ തന്നെ സ്വാധീനിച്ചതായി ഡെന്നിസ് ജോസഫ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി ഭാഷകളിൽ ആകാശദൂത് പിന്നീട് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. രക്താർബുദം ബാധിച്ച വിധവ മക്കളെ അനാഥരാക്കാതെ ദത്തെടുക്കലിന് വിട്ടുകൊടുത്ത കഥയാണ് ആകാശദൂതിൻ്റേത്. സിനിമയിൽ പ്രധാന കഥാപാത്രമായ അമ്മയെ അവതരിപ്പിക്കുവാൻ സിബി മലയിൽ പല നടിമാരെ സമീപിച്ചെങ്കിലും അവരൊക്കെ ഒരു കണ്ണീർ പടമെന്ന കാരണം കൊണ്ട് അവരൊക്കെ ഒഴിവായി. തിരക്കില്ലാതിരുന്ന നടി മാധവിക്ക് ആ വേഷം കിട്ടി. മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് മാധവി ഈ സിനിമയിലൂടെ നേടി. സിനിമയിലെ കുട്ടികൾ കോട്ടയത്തെ ഗിരിദീപം അതുപോലെ തന്നെ പള്ളിക്കുടം സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു. ജോണി വാക്കറിനു ശേഷം പ്രേം പ്രകാശ് മറ്റൊരു നിർമ്മാതാവുമായി ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് ആകാശദൂത്. ചിത്രം വിതരണത്തിനെടുത്ത സെഞ്ചുറി ഫിലിംസ് ചില തിയേറ്ററുകളിൽ തൂവാല കൊടുത്തത് വൻ പബ്ലിസിറ്റി നേടി. കാരണം ആ ഒരു സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ ഇന്നേ വരെ ഇതുപോലെ ഇമോഷണൽ ആയിട്ട് നമ്മളെ കരയിപ്പിച്ച മറ്റൊരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും വേറെ സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അഭിപ്രായം പറയാവുന്നതാണ് കേട്ടോ. കന്യാസ്ത്രീകൾ കൂട്ടമായി ഈ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്ന കാഴ്ചയും അക്കാലത്ത് ഈ സിനിമയുടെ പബ്ലിസിറ്റിയെ ഒരുപാട് സ്വാധീനിച്ച ഘടകമാണ്. ONV ഔസേപ്പച്ചൻ ടീമിന്റെ 3 ഗാനങ്ങൾ, അതായത് രാപ്പാടി കേഴുന്നുവോ, അതുപോലെ കാട്ടിലെ മൈനയെ, ശുഭയാത്രാ ഗീതങ്ങൾ, ഇവയൊക്കെയും സിനിമ പോലെ തന്നെ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഗാനങ്ങളുമാണ്. ഇതേക്കുറിച്ച് ഔസേപ്പച്ചൻ പറയുന്നത് ഇങ്ങനെ: ആകാശദൂത് ഇന്നും മലയാളികളുടെ മനസ്സിൽ നൊമ്പരമുണർത്തുന്ന അപൂർവം സിനിമകളിൽ ഒന്നാണ്. മാധവിയും മുരളിയും നായികനായകന്മാരായി എത്തുന്ന ചിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് 4 ബാലതാരങ്ങളായിരുന്നു. അച്ഛനും അമ്മയും മരിച്ചതിനു ശേഷം 4 പേരിൽ ഒരാൾ മാത്രം പള്ളിമുറ്റത്ത് അനാഥനായി നിൽക്കുന്ന രംഗം ഇന്നും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഇപ്പോഴിതാ ആകാശദൂത് കണ്ട് കരയാത്ത മലയാളികൾ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കില്ലെന്നും ഔസേപ്പച്ചൻ പറയുന്നു. ഇപ്പോഴും തനിക്ക് ആകാശദൂതിലെ ചില സീനുകൾ കാണുമ്പോൾ കരച്ചിൽ വരാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. സിനിമയിലെ ഒരു സീനിൽ കാലുവയ്യാത്ത പയ്യൻ അമ്മയോട് എന്റെ കാൽ ഇങ്ങനെയായത് നന്നായി, എനിക്ക് അമ്മയുടെ കൂടെ ജീവിക്കാലോ എന്ന് പറയുന്ന സീൻ തനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോലും പറ്റില്ല, അതിനു മുമ്പേ ഞാൻ കരഞ്ഞു പോകുമെന്നും ഔസേപ്പച്ചൻ പറയുന്നു. രാപ്പാടി കേഴുന്നുവോ എന്ന പാട്ടിന്റെ ട്യൂൺ കേട്ടപ്പോൾ തന്നെ സംവിധായകൻ സിബി മലയിൽ കരഞ്ഞുപോയെന്നും അങ്ങനെ പാട്ടിന്റെ ഫസ്റ്റ് ട്യൂൺ തന്നെ ഓക്കെ ആയെന്നും ഔസേപ്പച്ചൻ ഓർത്തെടുക്കുന്നു. ആകാശദൂത് വിജയിക്കാനുള്ള ഒരു പ്രധാന കാരണം രാപ്പാടി കേഴുന്നുവോ എന്ന പാട്ടാണെന്നും സിനിമയുടെ ഫുൾ ഫീൽ ആ പാട്ടിലുണ്ടെന്നും ഔസേപ്പച്ചൻ കൂട്ടി. സിനിമയുടെ തുടർച്ചയായി പിന്നീട് TV സീരിയൽ വന്നു. അതിൽ ദത്തെടുക്കപ്പെട്ട കുട്ടികൾ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ചേരുന്നതായിട്ടാണ് സംവിധായകൻ വിഭാവനം ചെയ്തത്. സിനിമയിൽ സീന ആന്റണിയാണ് മൂത്ത കുട്ടിയെ അവതരിപ്പിച്ചത്. പക്ഷേ സീരിയലിൽ ആ കുട്ടിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് കഥ തുടങ്ങുന്നത്. നടി ചിപ്പിയാണ് സീരിയലിൽ മൂത്ത കുട്ടിയായി അഭിനയിച്ചത്. സീരിയലിന്റെ നിർമ്മാണം ചിപ്പിയുടെ ഭർത്താവ് രഞ്ജിത്തായിരുന്നു. മലയാളം സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഇമോഷണൽ ഫീലിംഗ് ഉള്ള പടമായ ആകാശദൂതിന്റെ ഈ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പഴയ സിനിമകളെ കുറിച്ചുള്ള റിവ്യൂസും ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിവ്യൂസും നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.